കഥ തുടരുന്നു. ഒരു ദിവസം കഴിഞ്ഞു. മാതൃ മുത്തശ്ശിയുടെ ശവസംസ്കാരം കഴിഞ്ഞു. സുഗുണന്റെയും മാലിനിയുടെയും ശവശരീരങ്ങൾ പോലീസ് കണ്ടെത്തി. ആദി കരുതിയതുപോലെ തന്നെയായിരുന്നു പോലീസിന്റെ നിഗമനം. അന്നാണ് മുൻ CI പരശുറാമിനെയും തങ്കമല സഹദേവനെയും DYSP ഉസ്മാൻ അൻസാരിയും സംഘവും കോടതിയിൽ ഹാജരാക്കി വീണ്ടും സബ് ജയിലിലേക്ക് അയച്ചത്. സെന്റ് അഗസ്റ്റിൻ ഹോസ്പിറ്റലിൽ സാജന്റെ നില മെച്ചപ്പെടുകയായിരുന്നു. അവനിപ്പോൾ സംസാരിക്കാമെന്ന അവസ്ഥയായി. മുത്തശ്ശിയുടെ ശവദാഹത്തിന് ശേഷം ആദി നേരെ പോയത് അവിടേക്കാണ്. ഒപ്പം ലിജോയും ഉണ്ടായിരുന്നു. അവരെ കണ്ടപ്പോൾ സാജൻ വിളറിയ ഭാവത്തിലൊന്ന് ചിരിച്ചു. ആദി അവനോട് ചേർന്ന് കിടക്കയിലിരുന്നു. മുത്തശ്ശി പോയി അല്ലേ? സാജന്റെ കണ്ണു നിറഞ്ഞു. ദീർഘനിശ്വാസത്തോടെ ആദി മൂളി. ആദി എന്നോട് പൊറുക്കണം. സാജൻ അവൻ്റെ കയ്യിൽ പിടിച്ചു. എന്തിന്? അവൻ ആ കൈപ്പത്തിയിൽ പതുക്കെ തടവി. ഷൺമുഖന്റെ ഭീഷണിക്ക് വഴങ്ങിയാണെങ്കിലും നിന്നെ ആ ചതിക്കുഴിയിലേക്ക് ഞാൻ ക്ഷണിച്ചില്ലേ? അതാ നന്നായത്. ആദി പുഞ്ചിരിച്ചു. അതുകൊണ്ട് മാത്രമാ എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിഞ്ഞതും. അതുപോട്ടെ, അന്നെന്താ ഉണ്ടായത്? സാജന്റെ കണ്ണുകൾ കറങ്ങുന്ന ഫാഞ്ഞിലുടക്കി. ഒരിക്കൽ കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് അവനെല്ലാം പറഞ്ഞു. താൻ അനുഭവിക്കേണ്ടി വന്ന ക്രൂരതകൾ ഉൾപ്പെടെ. ആദിയുടെ മുഖം വലിഞ്ഞു മുറുകി. 1-ന് 10 നമ്മൾ ഷൺമുഖന് തിരിച്ചു കൊടുത്തിരിക്കും. സാജ, നിന്റെ കൈക്കൊണ്ടു തന്നെ. ഞാനിപ്പോൾ കാത്തിരിക്കുന്നതും അതിനുവേണ്ടി മാത്രമാ. നീ ആശുപത്രി വിട്ടിട്ടാവട്ടെ. സാജന് മനസ്സിലായില്ല. ആദി ശബ്ദം താഴ്ത്തി. അവനുണ്ടല്ലോ ഷൺമുഖൻ, അവൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. സാജന്റെ ക്ഷീണം ക്ഷണത്തിൽ മാറി. കണ്ണുകളിൽ വൈരത്തിന്റെ തിളക്കം വന്നു. എങ്കിൽ ഈ നിമിഷം ഇവിടെ നിന്നിറങ്ങാൻ ഞാൻ ഒരുക്കമാ ആദി. 2 ദിവസം കൂടി നീയൊന്ന് ക്ഷമിക്ക്. തൊഴിലാളികൾ മുറിയിലേക്ക് വന്നപ്പോൾ അവർ സംഭാഷണം നിർത്തി. രാത്രി 8 മണി. വണ്ടിപ്പെരിയാർ ഗസ്റ്റ് ഹൗസ്. ജയന്തന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പഠിക്കുകയായിരുന്നു ഉസ്മാൻ അൻസാരി. ജയന്തന്റെ രക്തത്തിൽ പൊട്ടാസ്യം സയനൈഡ് കലർന്നിട്ടുണ്ടെന്ന് റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഉസ്മാന്റെ കണ്ണുകൾ വികസിച്ചു. പ്രത്യക്ഷത്തിലൊന്നും തോന്നിയിരുന്നില്ലെങ്കിലും കൊല നടന്ന ടെറസിൽ നിന്ന് തനിക്ക് കിട്ടിയ മൊട്ടുസൂചി ലാബിൽ പരിശോധിച്ചപ്പോൾ അതിലും സയനൈഡിന്റെ അംശം കണ്ടെത്തിയിരുന്നതായി അയാൾ ഓർത്തു. പക്ഷെ ഇപ്പോഴും കൊലയാളിയിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല. അസ്വസ്ഥതയോടെ ഉസ്മാൻ ഒരു സിഗരറ്റിന് തീ കൊളുത്തി. അടുത്ത നിമിഷം അയാളുടെ സെൽഫോൺ ശബ്ദിച്ചു. ഉസ്മാൻ അതെടുത്ത് നമ്പർ നോക്കി. ഏതോ കോയിൻ ബൂത്തിലേതാണ്. യെസ് ഉസ്മാൻ. അയാൾ ഫോൺ കാതോട് ചേർത്തു. സാർ. അപ്പുറത്തു നിന്നൊരു പതറിയ ശബ്ദം. അങ്ങേക്ക് വളരെ സഹായകരമാകുന്ന ഒരു വിവരം പറയാനാണ് വിളിക്കുന്നത്. ആരാ നിങ്ങൾ? ഉസ്മാന്റെ പുരികം ചുളിഞ്ഞു. അതിവിടെ പ്രസക്തമല്ല സാർ. ഓക്കെ, കാര്യം പറഞ്ഞോളൂ. നിങ്ങളിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസുണ്ടല്ലോ, മാതൃ മുത്തശ്ശിയുടെ കൊലപാതകം. യെസ്. ഉസ്മാൻ ജാഗരൂകനായി. പറയൂ. ആ കൊലയാളികൾ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. എവിടെയാണ്? കസേര പിന്നോട്ട് തള്ളി ഉസ്മാൻ ചാടി എഴുന്നേറ്റു. അവരിപ്പോൾ മേഘമലയിലുണ്ട്. തുടർന്ന് കൃത്യമായ സ്പോട്ടും ഫോണിലൂടെ കേട്ടു. ഉസ്മാൻ സിഗരറ്റ് ആശ്രയിൽ കുത്തിയമർത്തി. പിന്നെ ഒച്ചയുയർത്തി. ബ്രിട്ടാസ്. അബു സലിമും ബ്രിട്ടാസും ലെനിൻ ആലക്കോടിനും ചന്ദ്രശേഖരനും ഓടിയെത്തത് ഒരേ നേരത്ത്. അയാൾ അവരോട് കാര്യം ചുരുക്കി പറഞ്ഞു. കൃത്യം 5 മിനിറ്റിനുള്ളിൽ സർവ്വസന്നാഹങ്ങളുമായി അവർ ഇന്നോവയിൽ കയറി. കോയിൻ ബൂത്തിനരികിൽ നിന്ന് തിരിയുന്നതിനിടെ ലിജോ ആദിയോട് പറഞ്ഞു. ഉസ്മാൻ സാറും സംഘവും അവിടെ നിന്ന് ഉടൻ പുറപ്പെട്ടേക്കും. എനിക്കുറപ്പാ. അവരെത്തും മുമ്പ് നമ്മളവിടെ ഉണ്ടായിരിക്കണം, മേഘമലയിൽ. നീ വാ. ആദിയും ലിജോയും ജീപ്പിൽ കയറി. കുമളി ചെക്ക് പോസ്റ്റ് പിന്നിട്ട് അത് പാഞ്ഞു. തടവിലിട്ടിരിക്കുന്ന മാർത്താണ്ഡം ഷൺമുഖനിൽ നിന്നാണ് അവർ അഴകരാജയുടെയും മറ്റും താവളം മനസ്സിലാക്കിയത്. രാത്രി 9:30. മേഘമലയിലേക്കുള്ള ഹെയർ പിൻ വളവുകൾ തിരിഞ്ഞ് പോലീസിന്റെ ഇന്നോവ കുന്നു കയറിക്കൊണ്ടിരുന്നു. പോലീസ് വാഹനം കയറ്റം കയറി വരുന്നത് മുകളിൽ ഒരു ഭാഗത്തു നിന്ന് കാണുകയായിരുന്നു ആദിയും ലിജോയും. അവർ വന്ന ജീപ്പ് തോട്ടത്തിന് നടുവിലൂടെയുള്ള ഒരു ഇടുങ്ങിയ 1 റോഡിലേക്ക് മാറ്റി നിർത്തിയിരിക്കുകയാണ്. എല്ലാം ഉദ്ദേശിച്ചതുപോലെ നടന്നാൽ മതിയായിരുന്നു. ലിജോ പിറുപിറുത്തു. നടക്കുമെടാ പറഞ്ഞുകൊണ്ട് ആദി തൻ്റെ സെൽഫോൺ എടുത്ത് തുറന്നു. അതിലെ സിം കാർഡ് മാറ്റി മറ്റൊരെണ്ണം ഇട്ടു. സീരിയൽ നടി മാലിനിയുടെ ഫോൺ ലിജോ ചവിട്ടി പൊട്ടിച്ചപ്പോൾ എടുത്തതായിരുന്നു അത്. ഈ സമയം തേയിലത്തോട്ടത്തോട് ചേർന്നുള്ള ഔട്ട് ഹൗസിൽ വെളിച്ചമുണ്ടായിരുന്നു. മുറിക്ക് നടുവിലെ കട്ടിലിൽ ഉടുമ്പ് മരുന്ന് കമിഴ്ന്ന് കിടന്നിരുന്നു. അവൻ ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. തോൾ പലകയിൽ നിന്ന് താഴേക്ക് 36 സ്റ്റിച്ചുകളാണുള്ളത്. അവിടെ നീളത്തിൽ ബാൻഡേജ് ഒട്ടിച്ചിരിക്കുന്നു. പണ്ടാരമടങ്ങാൻ. ഒന്ന് മലർന്ന് കിടക്കാനെങ്കിലും കഴിഞ്ഞിരുന്നെങ്കിൽ. ആ മുടിഞ്ഞ കിഴവി കാരണം മരുന്ന് അണപ്പല്ലുകൾ കടിച്ചമർത്തി. മുറിവിനുള്ളിൽ പല്ലാരി ഇഴയുന്നത് പോലെയുള്ള നീറ്റലും പുകച്ചിലും. അഴകരാജ തലതിരിച്ച് അവനെ ഒന്ന് നോക്കി. മുറിയിലൂടെ അസ്വസ്ഥനായി നടക്കുകയായിരുന്നു അവൻ. കൂടെയുള്ള അംഗരക്ഷകരൊക്കെ പുറത്താണ്. ഞാനിപ്പോൾ ചിന്തിക്കുന്നത് അതൊന്നുമല്ല മരുതേ. അവൻ കൈവിരലുകൾ കോർത്തൊന്ന് മടക്കി. സുഗുണന്റെയും ആ നടിയുടെയും മരണം. അയാൾ അവളെ കൊന്നിട്ട് സ്വയം നിറയൊഴിച്ചതാണെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ? മരുത് വലം കൈയുടെ വെള്ളയിൽ തല താങ്ങിക്കൊണ്ട് തിരിഞ്ഞു. അത് കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണ്. അഴകരാജയുടെ കണ്ണുകൾ തുറന്നു കിടന്നിരുന്ന ജനാലയ്ക്ക് പുറത്തെ ഇരുളിനും അപ്പുറത്തേക്ക് പോയി. മരുതൊന്ന് ഞെട്ടി. അങ്ങനെയെങ്കിൽ അതാരാവും? അവൻ. ആദി. മറ്റാർക്കും അതിനുള്ള ധൈര്യമുണ്ടാവില്ല. മാർത്താണ്ഡം ഷൺമുഖനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. എല്ലാം കൂട്ടി വായിക്കുമ്പോൾ. അഴകരാജ ഒരു നിമിഷം നിർത്തി. പിന്നെ തുടർന്നു.
എൻ്റെ ഊഹ ശരിയാണെങ്കിൽ അവൻ നമ്മളെയും തേടി വരും. ഇവിടെയോ? തുറന്നു കിടന്ന ജനാല കാറ്റിൽ സ്വയം അടഞ്ഞപ്പോൾ മരുന്ന് വിറച്ചുപോയി. അഴകരാജ അമർത്തി മൂളി. അവൻ വരും, അതാ സൈസ്. ആ ക്ഷണം പുറത്തുനിന്ന അംഗരക്ഷരിയിൽ ഒരാൾ ഓടിയെത്തി. അയ്യോ, ഒരു വണ്ടി വരുന്നുണ്ട്. അഴകരാജയുടെ കണ്ണുകൾ ഇടുങ്ങി. നിങ്ങൾ കരുതലോടെ നിന്നോണം. വരുന്നത് കേരളത്തിൽ നിന്നുള്ള ശത്രുക്കളിൽ ആരെങ്കിലും ആണെങ്കിൽ ഒന്നും നോക്കണ്ട, കാച്ചിയേക്ക്. അംഗരക്ഷകർ തിരിഞ്ഞോടി. അടുത്ത നിമിഷം അഴകരാജയുടെ സെൽഫോൺ ഇരമ്പി. അവൻ സംശയത്തോടെ അതെടുത്തു നോക്കി. അപരിചിത നമ്പർ. എങ്കിലും അറ്റൻഡ് ചെയ്തു. കാറ്റ് പോലെ ഒരു ശബ്ദം ഫോണിലൂടെ കേട്ടു. അഴകരാജയല്ലേ? ആരിത്? അതൊക്കെ പിന്നെ പറയാം. പുറത്തേക്ക് നോക്ക്, ഒരു വണ്ടി വരുന്നത് കാണാം. അതിൽ DYSP ഉസ്മാൻ അൻസാരിയും പാർട്ടിയുമാ. നിന്നെയൊക്കെ പൊക്കാനുള്ള വരവാ. രക്ഷപ്പെടണമെങ്കിൽ ആവാം. അഴകരാജ ശരിക്കും പതറി. അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കിടന്നിരുന്ന മരുന്നിനും ആപത്ശങ്ക മണത്തു. ഫോണിലൂടെ വീണ്ടും ശബ്ദം കേട്ടു. കെട്ടിടത്തിൻ്റെ മുൻഭാഗത്തേക്ക് പോകരുത്, അവർ നിങ്ങളെ പിടിക്കും. പിന്നിലൂടെ ഇറങ്ങി നിങ്ങളുടെ വണ്ടിയിൽ കയറി രക്ഷപ്പെടാൻ നോക്ക്. ശബ്ദം മുറിഞ്ഞു. മരുതേ, പോലീസാ വരുന്നത്, രക്ഷപ്പെടണം. അഴകരാജ കൈക്കുത്തി വാതിൽക്കിലേക്ക് കുതിച്ചു. തൻ്റെ പുറത്തെ വെട്ടിപ്പിളരുന്ന വേദന മറന്ന് ഉടുമ്പ് മരുന്നും കൈക്കുത്തി കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. മുറിവിൽ ബ്ലേഡ് കൊണ്ട് പോറിയതുപോലെ ഒരു നീറ്റൽ അനുഭവപ്പെട്ടു. സ്റ്റിച്ചുകളിൽ 4-5 വലിഞ്ഞു പൊട്ടി ബാൻഡേജിലേക്ക് ചോര പതച്ചു വന്നു. അഴകരാജയ്ക്ക് പിന്നാലെ അവനും പുറത്തെ ഇരുട്ടിലെത്തി. ആ ക്ഷണം പോലീസിൻ്റെ ഇന്നോവ ഔട്ട് ഹൗസിന് മുന്നിൽ വന്ന് ബ്രേക്കിട്ടു. ഉസ്മാൻ അൻസാരിയും സംഘവും കുതിച്ചിറങ്ങി. അഴകരാജയുടെ ഗുണ്ടകൾ അവരെ തടഞ്ഞു. നീങ്കയാര്? എന്നെ വേണം. മുന്നിൽ നിന്നവൻ തിരുപ്പാച്ചി വാളിൻ്റെ മൂർച്ചയിൽ വിരലോടിച്ചുകൊണ്ട് തിരക്കി. നിന്റെ അമ്മയെ ഗൾഫിൽ ഒരു അറബിയുടെ വീട്ടിൽ ജോലിക്ക് കൊണ്ടുപോകാൻ വന്നതാ. പറഞ്ഞതും ഉസ്മാൻ കൈവീശൊന്ന് പൊട്ടിച്ചു അയാളുടെ ചെവികളിൽ. അയാളൊന്ന് പിന്നോക്കം വെച്ചിട്ട് ഉസ്മാൻ്റെ കഴുത്തിന് ഉന്നം വെച്ച് തിരുപ്പാച്ചി ആഞ്ഞു വീശി. മിന്നൽ പോലെ ഉസ്മാൻ താഴേക്ക് കുനിഞ്ഞു. അയാളുടെ യൂണിഫോമിൽ ഉരഞ്ഞ് കട്ടിനൂൽ കനത്തിൽ ഒരു കാറ്റ് വീശിപ്പോയി. ചാർജ്! അയാൾ അലറി. അബു സലിമും ബ്രിട്ടാസും അടങ്ങുന്ന സംഘം അവർക്കുമേൽ ചാടി വീണു. കൂട്ടയടി. ആ സെക്കൻഡിൽ ഔട്ട് ഹൗസിൻ്റെ ഇടതുവശത്തു നിന്ന് ഒരു വാഹനം സ്റ്റാർട്ടായി. തീക്കണ്ണുകളിൽ പക നിറച്ചതുപോലെ അത് പാഞ്ഞു വന്നു. പോലീസും ഗുണ്ടകളും ഇരുവശത്തേക്കും ചാടി മാറി. അവർക്ക് നടുവിലൂടെ സുമാവാൻ ചീറിപ്പോയി. അതവരാ, വിടരുത്. ഉസ്മാൻ അൻസാരിയുടെ കൽപ്പന. ലെനിൻ ആൽക്കോടൻ ഇന്നോവയിലേക്ക് കുതിച്ചു. പക്ഷേ ഒരു ഗുണ്ടയുടെ കയ്യിലിരുന്ന തിരുപ്പാച്ചിയുടെ വളഞ്ഞു കൂർത്ത അഗ്രം ഇന്നോവയുടെ മുന്നിൽ ഇടതുഭാഗത്തെ ടയറിൽ പതിഞ്ഞു. സർപ്പം കൊത്തുന്നത് പോലെ, പാമ്പ് ചീറ്റുന്നത് പോലെ അതിൽ നിന്ന് കാറ്റുപോയി. എടാ! വർദ്ധിത വീര്യത്തോടെ ഉസ്മാൻ ഗുണ്ടകളെ ആക്രമിച്ചു. ആക്സിലേറ്ററിൽ കാൽ ആനമർത്തിക്കൊണ്ട് അഴകരാജ സുമയുടെ റിയർവ്യൂ മിററിലൂടെ നോക്കി. പിന്നിൽ ഘോര സംഘടന നടക്കുന്നു. അപ്പോൾ അയാളുടെ ഫോൺ വീണ്ടും ശബ്ദിച്ചു. റിസീവിംഗ് ബട്ടൺ പ്രസ് ചെയ്ത് രാജ ഫോൺ കാതിലേക്ക് വെച്ച് തോൾ കൊണ്ട് അമർത്തിപ്പിടിച്ചു. മോനെ അഴകരാജ! മറുതലയ്ക്കിൽ നിന്ന് പരിഹാസ രൂപത്തിലുള്ള ശബ്ദം. ഇത് ഞാനാടാ, ആദിശങ്കരൻ. നിന്നെ ഈ മാളത്തിൽ നിന്ന് പുറത്ത് ചാടിച്ചതും ഞാൻ തന്നെയാ. അഴകരാജ ഒന്ന് പുളഞ്ഞു. അവൻ്റെ കയ്യിൽ സ്റ്റിയറിംഗ് വീൽ ഇടം വലം വെട്ടി. സുമോ റോഡിൽ വളഞ്ഞു പുളഞ്ഞോടി. വീണ്ടും ആദിയുടെ ശബ്ദം. ഇനി നീയോ നിന്റെ അപ്പൻ ഗൗണ്ടർ അരുണാചലമോ വിചാരിച്ചാൽ പോലും ആ സുമോ വാൻ നിർത്താൻ പറ്റത്തില്ലടാ. അതിൻ്റെ ബ്രേക്ക് ഞാൻ അഴിച്ചുവിട്ടേക്കുക. ഡേയ്! അലറിപ്പോയി അഴകരാജ. അവൻ ബ്രേക്ക് പെഡൽ അമർത്തി നോക്കി. വെള്ളത്തിൽ കാൽ ചവിട്ടിയതുപോലെ മാത്രം തോന്നിച്ചു. കുത്തിറക്കത്തിലും കൊടും വളവിലും അനുനിമിഷം വേഗത വർദ്ധിക്കുകയായിരുന്നു സുമോയ്ക്ക്. അവൻ ചതിച്ചു മരുതേ, വണ്ടിക്ക് ബ്രേക്കില്ല. അഴകരാജ നിലവിളിച്ചു. മരുത് ജീപ്പിൻ്റെ കമ്പിയിൽ അള്ളിപ്പിടിച്ചു. ഹെഡ്ലൈറ്റുകളുടെ വെളിച്ചത്തിൽ മുന്നിലെ വളവിനപ്പുറത്തെ തേയില ചെടികൾ ഓടി എടുക്കുന്നത് പോലെ തോന്നി അഴകരാജയ്ക്ക്. അവൻ സ്റ്റിയറിംഗ് തിരിക്കാൻ നോക്കി. കഴിഞ്ഞില്ല. ചാടിക്കോടാൻ മരുതേ! അഴകരാജയും ചാടാനഞ്ഞു. അപ്പോൾ ഫോണിലൂടെ കേട്ടു. പെട്ടെന്ന് ചാടാൻ പറ്റത്തില്ല രാജേ. നിങ്ങളിരിക്കുന്ന സീറ്റുകളിൽ ഞാൻ സൂപ്പർ ഗ്ലൂ പശ ഒഴിച്ചിട്ടുണ്ട്. അഴകരാജയുടെ തോളിൽ നിന്ന് ഫോൺ പോയി. ഇരുവരും ഉയരുവാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. പാൻസും സീറ്റിലെ റെക്സിനുമായി ഒട്ടിപ്പോയിരുന്നു. അടുത്ത നിമിഷം സുമോ ഇടിച്ച് മുന്നിലെ മൺതിട്ട രണ്ടായി പിളർന്നു. കുറേ മണ്ണ് ഗ്ലാസ്സിലേക്കും ബോണ്ടിലേക്കും വീണു. തേയില ചെടികളെ ഞെരിച്ചമർത്തി താഴേക്ക് പായുകയായിരുന്നു സുമോ. ഓരോ കട്ടിങ്ങിലും അത് ചാടി ഉയർന്നുകൊണ്ടിരുന്നു. അഴകരാജയുടെയും മരുതിൻ്റെയും നിലവിളികൾ കാറ്റിൽ മറ്റൊരു ഇരമ്പൽ പോലെയായി. ആദിയും ലിജോയും ജീപ്പിൽ പിന്നാലെ വരുന്നുണ്ടായിരുന്നു. തേയിലത്തോട്ടത്തിലൂടെ ഒരു പുതിയ പാതയുണ്ടാക്കുന്നത് പോലെ സുമോ താഴേക്ക് ചാടിപ്പോകുന്നത് അവർ കണ്ടു. അതിൻ്റെ പിന്നിൽ ചുവന്ന വെളിച്ചത്തിൽ അപകടം പിന്തുടരുന്നത് പോലെ ചുവപ്പ് വലയം ഒപ്പം പോയി. അവസാനം ഏതോ പാറയിൽ ചെന്നിരിക്കുന്ന ഒച്ച. സുമോ ഒരു വശം ചെരിഞ്ഞ് പാറയ്ക്ക് മുകളിലൂടെ താഴേക്ക് പതിച്ചു. ഒപ്പം ഒരു ഉഗ്രസ്ഫോടനം. ഒരു വലിയ തീകോളം മുകളിലേക്ക് ഉയർന്നു കട്ടിപ്പുകയുണ്ടായി. ആദ്യ ജീപ്പിൻ്റെ വേഗത കുറച്ചുകൊണ്ട് ഒന്ന് ചിരിച്ചു.
പോലീസ് വന്നപ്പോൾ അഴകരാജയും മരുന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു. അതിനിടെയുണ്ടായ അപകടത്തിൽ ഇരുവരും മരിച്ചു. ഇവിടെ സാക്ഷികൾ പോലീസുകാരാണ്. നമ്മളൊന്നും കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. അവൻ ഗിയർ ചേഞ്ച് ചെയ്തു. യാതൊരു തിടുക്കവുമില്ലാതെ ജീപ്പ് കുന്നിറങ്ങിക്കൊണ്ടിരുന്നു. 2 ദിവസം കൂടി കഴിഞ്ഞു. പത്രങ്ങളിലും ടിവിയിലുമൊക്കെ അടിക്കടി വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. അതിൽ ഭൂരിഭാഗം മുൻ ജലസേചന മന്ത്രി ചെട്ടിക്കുളങ്ങര സദാശിവനെക്കുറിച്ചുള്ളതായിരുന്നു. ഒപ്പം ഞെട്ടിപ്പിക്കുന്ന അന്വേഷണ പരമ്പരയുമായി ഒരു പത്രത്തിൽ ഇടുക്കി ലേഖകൻ പ്രത്യക്ഷപ്പെട്ടു. മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ പൊട്ടാതിരിക്കുമോ എന്നത് കാലം തെളിയിക്കേണ്ട കാര്യമാണ്. എന്നാൽ പൊട്ടുമെന്ന് പറഞ്ഞ് കേരളത്തിൽ ഭീതി ജനിപ്പിച്ചതിൽ സദാശിവൻ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അതിനയാൾ കൂട്ടുപിടിച്ചത് ഭൂമാഫിയക്കാരെയും ഉദ്യോഗസ്ഥ പ്രഭുക്കന്മാരെയുമായിരുന്നു. ഡാം പൊട്ടിയാൽ ഒന്നും ബാക്കിയുണ്ടാവില്ലെന്ന് കരുതി സാധാരണ ജനങ്ങൾ കിട്ടുന്ന വിലയ്ക്ക് തങ്ങളുടെ വസ്തുക്കൾ വിറ്റുപെറുക്കി പലായനം ചെയ്തിട്ടുണ്ട്. അതൊക്കെ വാങ്ങിക്കൂട്ടിയത് ഇക്കൂട്ടർ തന്നെ. മാത്രമല്ല, പുതിയ ഡാം വന്നാൽ പാട്ടക്കരാർ പുതുക്കപ്പെടുകയും അതുവഴി വർഷം തോറും ഭീമമായ ഒരു തുക കേരളത്തിന് നൽകേണ്ടി വരികയും ചെയ്യുമെന്ന് തമിഴ്നാട് സർക്കാരിനറിയാം. അതുകൊണ്ട് മാറി മാറി വരുന്ന ഭരണകർത്താക്കളെയും ഉദ്യോഗസ്ഥരെയും മാഫിയകൾ കൂട്ടുപിടിച്ചു. അവർക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത സൗഭാഗ്യങ്ങൾ നൽകി. തങ്ങളുടെ നാട്ടിൽ ഭൂമിയായും പിന്നെ ധനമായും. വാർത്ത വായിച്ച ജനം അമ്പരന്നു. അവർ ഇളകി. സദാശിവന്റെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തി. സകല തെളിവുകളും പുറത്തു വന്നതോടെ കോടതി ഇടപെട്ടേക്കുമെന്ന ഭീതി സദാശിവനിലുണ്ടായി. പിടിച്ചു നിൽക്കാൻ കഴിയില്ല, മുഖ്യൻ തന്നെ കൈയൊഴിയുമെന്ന് അയാൾക്കറിയാം. അറസ്റ്റ് വരെ ഉണ്ടായേക്കും എന്ന ചർച്ച വന്നതോടെ സദാശിവൻ അപ്രത്യക്ഷനായി. സുരേന്ദ്രനാഥിൻ്റെ വീട്. ഓരോ വാർത്തയും അറിയുമ്പോൾ റോസിൻ്റെ നെഞ്ച് പൊടിയുകയായിരുന്നു. തൻ്റെ ഡാഡി. അവൾ മുറിവിട്ട് പുറത്തിറങ്ങാൻ തന്നെ മടിച്ചു. ജുവലിൻ്റെ പരിഹാസ രൂപത്തിലുള്ള ചിരി കാണുമ്പോൾ അവൾക്കാകെ വിറഞ്ഞു തുള്ളി വരും. സെൽഫോൺ എടുത്ത് അവൾ മണിയമ്മയെ വിളിച്ചു. മമ്മി. ഒറ്റ കരച്ചിലായിരുന്നു റോസ്. എന്തിനാ മമ്മി നമ്മളിങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നത്? ഈ ചാനലുകാർക്കും പത്രക്കാർക്കും ഡാഡിയെ മാത്രമേ കിട്ടിയുള്ളൂ. അവൾ പല്ലിറുമ്മി. നീ ഇതൊന്നും കണ്ട് വിഷമിക്കേണ്ട മോളെ. ഡാഡി തൽക്കാലം ഒന്ന് മാറി നിൽക്കുന്നതേയുള്ളൂ. ശക്തനായി തിരിച്ചു വരും. അപ്പോൾ ഈ പറയുന്നവരുടെയൊക്കെ വായ അടയും. റോസിന് ഇത് കേട്ടിട്ടും ആശ്വാസമാകുന്നില്ല. മമ്മി കൂടി ഇങ്ങോട്ട് വാ, അല്ലെങ്കിൽ എന്നെ കൂടി അങ്ങോട്ട് കൊണ്ടുപോ. മണിയമ്മയുടെ മറുപടി കിട്ടും മുമ്പ് വാതിലിൽ ആരോ മുട്ടുന്നത് കേട്ടു. നാശം, ഞാൻ പിന്നെ വിളിക്കാം മമ്മി. അവൾ കാൾ കട്ട് ചെയ്തു. ഫോൺ മേശപ്പുറത്തേക്കിട്ടു. പിന്നെ ചെന്ന് വാതിൽ തുറന്നു. മുന്നിൽ കനകം. എന്തു വേണം? അനിഷ്ടത്തോടെയായിരുന്നു റോസിൻ്റെ ചോദ്യം. ഇങ്ങനെ പട്ടിണി ഇരുന്നാൽ എങ്ങനെ മോളെ? വന്നു വല്ലതും കഴിക്ക്. കനകം അവളെ അടിമുടി ശ്രദ്ധിച്ചു. ഒരു തരം ഉന്മാദഭാവം. എനിക്ക് വേണ്ട. അവൾ മുഖം വെട്ടിച്ചു. ഒപ്പം വാതിൽ വലിച്ചടക്കുകയും ചെയ്തു. അടഞ്ഞ കതകിലേക്ക് നോക്കി കനക ഒരു നിമിഷം നിന്നു. തുടർന്ന് ഒരു ദീർഘനിശ്വാസത്തോടെ തിരിഞ്ഞു. സുരേന്ദ്രനാഥ് ഹാളിലിരുന്ന് ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അടുത്ത നിമിഷം ഒരു പോലീസ് വാഹനത്തിൻ്റെ സൈറൺ കേട്ടു. സുരേന്ദ്രനാഥ് നോക്കി. മുറ്റത്ത് വല്ലാത്ത ശബ്ദത്തോടെ ഇന്നോവ ബ്രേക്കിട്ടു. കമലവും അത് നോക്കി ശങ്കിച്ചു നിന്നു. ഡോറുകൾ തുറന്നടഞ്ഞു. കനത്ത ചുവടുകളോടെ ഡിവൈഎസ്പി ഉസ്മാൻ അൻസാരി അകത്തേക്ക് വന്നു. അബു സലിമും ബ്രിട്ടാസും അയാൾക്കു പിന്നാലെ വന്ന് വാതിൽക്കൽ നിലയുറപ്പിച്ചു. സുരേന്ദ്രനാഥിൻ്റെ മുഖത്തേക്ക് ഉസ്മാൻ സൂക്ഷിച്ചു നോക്കി. പിന്നെ തിരക്കി. രവി എവിടെ? അകത്ത് കാണും. സുരേന്ദ്രനാഥിൻ്റെ കണ്ണുകളിൽ സംശയം ഓളം വെട്ടി. വിളിക്ക്. ഉസ്മാൻ്റെ ശബ്ദത്തിൽ കാർക്കശ്യം വന്നു. കനകത്തിൻ്റെ പിന്നിലേക്ക് ജുവലും എത്തി. സുരേന്ദ്രനാഥ് രവിയെ വിളിച്ചു വരുത്തി. ഉസ്മാൻ അൻസാരി അവൻ്റെ അടുത്തേക്ക് ചുവടുകൾ വെച്ചു. പിന്നെ എടുത്ത് കൈ ഉയർത്തി അവൻ്റെ തോളിൽ വെച്ചു. ഒപ്പം പറഞ്ഞു, നൗ യു ആർ അണ്ടർ മൈ കസ്റ്റഡി. തീ പൊള്ളലേറ്റതുപോലെ രവി പിടഞ്ഞുപോയി. സാർ, എന്നെ എന്തിന്? രവിയുടെ സ്വരം വിറച്ചുപോയി. സുരേന്ദ്രനാഥും കനകവും ജുവലുമെല്ലാം ഇതികർത്തവ്യ മോഡലായി തരിച്ചു നിൽക്കുകയാണ്. ഡിവൈഎസ്പി ഉസ്മാൻ അൻസാരിയുടെ മുഖത്ത് പുച്ഛഭാവത്തിൽ ഒരു ചിരിയുണ്ടായി. നീ ജയന്തനെ കൊന്നു, ആ കുറ്റത്തിന്. സിറ്റിംഗ് റൂമിന് നടുവിൽ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായതുപോലെ സകലരും കിടുങ്ങി. സുരേന്ദ്രനാഥ് അറിയാതെ ചാടി എഴുന്നേറ്റ് പോയി. ഇല്ല സാർ, ഞാൻ ആരെയും കൊന്നിട്ടില്ല. രവി വാക്കുകൾ കൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിച്ചു. ഇനി ഒന്നും ഒളിച്ചു വച്ചിട്ട് കാര്യമില്ല രവി. ഉസ്മാൻ തിരിഞ്ഞു വാതിൽക്കൽ നിന്നിരുന്ന അബു സലീമിനെയും ബ്രിട്ടാസിനെയും നോക്കി ഒരാംഗ്യം കാണിച്ചു. അടുത്ത നിമിഷം പുറത്തുനിന്ന് ഒരാളെ അവർക്ക് നടുവിലൂടെ ലെനിൻ ആലക്കോടൻ അകത്തേക്ക് തള്ളി. വേച്ച് അയാൾ രവിയുടെയും ഉസ്മാൻ്റെയും മുമ്പിൽ വന്നു നിന്നു. അയാളെ കണ്ട് രവിയുടെ മുഖം വിളറി വെളുത്തു. നിനക്കറിയാമോ ഇയാളെ? ഉസ്മാൻ അൻസാരി കൈൻ നീട്ടി രവിയുടെ താടിയിൽ തൊട്ടു. അറിയാം, അവൻ സമ്മതിച്ചു. എങ്കിൽ പറ, ആരാ? വണ്ടിപ്പെരിയാറിൽ സ്വർണ്ണപ്പണി നടത്തുന്ന? ബാക്കി പറയാൻ സമ്മതിച്ചില്ല ഉസ്മാൻ. അയാൾ അടുത്ത ചോദ്യം തൊടുത്തു. ഇയാളിൽ നിന്ന് നീ പൊട്ടാസ്യം സയനൈഡ് വാങ്ങിയില്ലേ? ജയന്തൻ മരിക്കുന്നതിന് 2 ദിവസം മുമ്പ്. അതെന്തിനായിരുന്നു? രവി കുടുകുടെ വിയർത്തു. അവൻ്റെ തൊണ്ട വരണ്ടു. രവി, ഉസ്മാൻ്റെ ശബ്ദം മാറി. ഈ മൗനം നിന്നെ ഒരിക്കലും രക്ഷിക്കില്ലെന്ന് ഉറപ്പിച്ചോ? നിന്റെ ശരീരത്തിലെ ഓരോ ഞരമ്പും വലിച്ചൂരിയെടുക്കേണ്ടി വന്നാലും ഞാൻ സത്യം പറയിക്കും. രവി വല്ലവിധാനെയും നാവനക്കി. മറ്റുള്ളവർ കാതു കൂർപ്പിച്ചു. അത് വാങ്ങിയത് മറ്റൊരാവശ്യത്തിനായിരുന്നു സാർ. വ്യക്തമായില്ല. വാങ്ങിക്കൊണ്ട് വരണമെന്ന് പരശുവേട്ടനാ പറഞ്ഞത്. സുരേന്ദ്രനാഥിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു. എന്നിട്ട്? പിന്നെ സൈനൈഡ് എന്തു?
ഉസ്മാന്റെ ശബ്ദം പ്രപഞ്ചത്തിന്റെ അവസാന കോണിൽ നിന്ന് വരുന്നതെന്ന് തോന്നി രവിക്ക്. ഒന്നും ചെയ്തില്ല സാർ, എൻ്റെ കയ്യിൽ അത് ഭദ്രമായുണ്ട്. അത് പരിശ്രമം വാങ്ങിയില്ലേ? ഉസ്മാൻ മീശത്തുമ്പിലൊന്ന് തടവി. ഇല്ല, ഞാൻ ചോദിച്ചപ്പോൾ ഭദ്രമായി സൂക്ഷിക്കാൻ പറഞ്ഞു. ആവശ്യം വരുമ്പോൾ പറയാമെന്നു. ഉസ്മാൻ നിഷേധഭാവത്തിൽ തലയാട്ടി. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാ രവി. നീ അത് വാങ്ങിയതും ഇവിടെ കൊണ്ടുവച്ചതും പോലെ മറ്റൊരു പരമസത്യം കൂടിയുണ്ട്. ജയന്തൻ്റെ മരണവും സയനൈഡ് രക്തത്തിൽ കലർന്നാണ്. സാർ, ചുറ്റിക കൊണ്ട് തലയ്ക്ക് ഒരടിയേറ്റ അവസ്ഥയിലായിരുന്നു രവി. ഉസ്മാൻ അൻസാരി സുരേന്ദ്രനാഥിനെ നോക്കി. കൊലയാളി പുറത്തുനിന്ന് വന്ന ആളല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു സാർ. അതിനാൽ ഇവിടെയുള്ളവരെക്കുറിച്ച് ഞാൻ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇത് കണ്ടെത്തിയത്. സുരേന്ദ്രനാഥ് തലയാട്ടി. കുറ്റവാളികൾ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം ഉസ്മാൻ. എൻ്റെ ഒരു മകൻ മറ്റൊരുത്തനെ കൊല്ലുക, നിയമം സംരക്ഷിക്കേണ്ട മറ്റൊരു മകൻ കൊലക്കേസിൽ ജയിലിലാവുക. ഏതോ ജന്മത്തിൽ ഞാൻ ചെയ്ത പാപമാകാം എന്നെ ഇപ്പോൾ വേട്ടയാടുന്നത്. നിങ്ങൾക്കിവനെ കൊണ്ടുപോകാം. സർവ്വതും തകർന്നവൻ്റേതുപോലെ സുരേന്ദ്രനാഥിൻ്റെ സ്വരം വിറച്ചു. താഴെ വീഴാതിരിക്കാനായി അയാൾ കസേരയിൽ അള്ളിപ്പിടിച്ചു. പപ്പ, രവി എന്തോ പറയാനാഞ്ഞു. വേണ്ട, സുരേന്ദ്രനാഥ് കൈ ഉയർത്തി. നിനക്ക് വേണ്ടി കോടതിയിൽ വാദിക്കാൻ ഒരു വക്കീലിനെ പോലും ഞാൻ അറേഞ്ച് ചെയ്തിട്ടില്ല. സർക്കാർ തരുന്ന ഏതെങ്കിലും പണിയില്ല വക്കീലായിരിക്കും നിനക്ക് തുണ. അയാൾ തിരിഞ്ഞ് അകത്തേക്ക് പതുക്കെ നടന്നു. അതിന് ഉസ്മാനോട് പറഞ്ഞു. സാർ, FIR-ൽ ഒരു പഴുതുപോലും ഉണ്ടാവരുത്. കൊലയാളിക്ക് വാസം ജയിലിലാവണം. എന്നാലും നീ അത് ചെയ്തല്ലോടാ. കനകം കരഞ്ഞുകൊണ്ട് ജുവലിൻ്റെ തോളിലേക്ക് തലചായ്ച്ചു. ഉസ്മാൻ രവിയെ അബു സലിമിനും ബ്രിട്ടാസിനും നേർക്കു തള്ളി. ടേക്ക് ഹിം. തുടർന്ന് രവിയുടെ മുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പൊട്ടാസ്യം സയനൈഡിൻ്റെ ബോട്ടിൽ കണ്ടെടുത്ത് പോലീസ് സംഘം മടങ്ങി. സെൻറ്റ് അഗസ്റ്റിൻ ഹോസ്പിറ്റൽ. സാജന് ചികിത്സിക്കുന്ന ഡോക്ടറുടെ റൂമിലേക്ക് ആദിയും ലിജോയും കടന്നു ചെന്നു. ആദി ഇരിക്കെ, ഡോക്ടർ ചിരിച്ചു. പക്ഷേ അവൻ ഇരുന്നില്ല. ഡോക്ടർ, ഞങ്ങൾ വന്നത് ഒരു പ്രത്യേക കാര്യത്തിനാണ്, ലിജോ പറഞ്ഞു. ഡോക്ടർ ചോദ്യരൂപത്തിൽ ഇരുവരെയും മാറി മാറി നോക്കി. അതായത്, ബാക്കി പറഞ്ഞത് ആദ്യമാണ്. സാജൻ ഇപ്പോൾ വളരെ ഭേദപ്പെട്ടല്ലോ. ഇനി വീട്ടിൽ പോയി റെസ്റ്റ് ചെയ്താൽ പോരെ? 2-3 ദിവസം കൂടി ഇവിടെ കഴിയുന്നത് നല്ലത്. അല്ലാതെ ഡോക്ടർ പകുതിക്ക് നിർത്തി. അതല്ല ഡോക്ടർ, അവൻ്റെ വീട്ടിൽ മറ്റാരുമില്ല. ഇവിടെ ഇപ്പോൾ മാറി മാറി നിൽക്കുന്നത് ഞങ്ങളും കുമളിയിലെ തൊഴിലാളികളുമാണ്. ഡോക്ടർ ഒരു നിമിഷം ചിന്തിച്ചിരുന്നു. പിന്നെ നിർദ്ദേശിച്ചു. ഓക്കെ, ഞാൻ അയാളെ ഡിസ്ചാർജ് ചെയ്യാം. ബട്ട് മെഡിസിനുകൾ മുടക്കം കൂടാതെ കണ്ടിന്യൂ ചെയ്യണം. സ്റ്റിച്ചുകൾ നീക്കം ചെയ്യേണ്ട ദിവസം വരികയും വേണം. അങ്ങനെ ചെയ്യാൻ ഡോക്ടർ. അവർ സമ്മതിച്ചു. അന്ന് വൈകിട്ടോടെ സാജനെ ഹോസ്പിറ്റലിൽ നിന്നും വിട്ടു. ജീപ്പ് ഓടിച്ചത് ആദിയാണ്. യാത്രാമധ്യേ അവൻ പറഞ്ഞു. തൽക്കാലം ഇന്ന് നീ വീട്ടിലേക്ക് പോകുന്നില്ല. സാജൻ പുഞ്ചിരിച്ചു. മാർത്താണ്ഡ ഷൺമുഖൻ, ഇന്ന് അവനെ കാണുന്നു അല്ലേ? ആദി തലകുലുക്കി. ഒന്നും വച്ച് താമസിപ്പിക്കാൻ പാടില്ല, പ്രത്യേകിച്ചും ഇത്തരം അത്യാവശ്യ ഘട്ടങ്ങളിൽ. എതിരെ ഒരു പാണ്ടിലോറി ഹോണടിച്ചു വന്നപ്പോൾ ആദി ജീപ്പ് വെട്ടിച്ചു മാറ്റി. കൊടുങ്കാട്. ആദിയും ലിജോയും സാജനെയും കൂട്ടി ഉൾവനത്തിലെത്തുമ്പോൾ വെളുപ്പിന് 4 മണി കഴിഞ്ഞു. കൈകൾ രണ്ടും വലിച്ച് മുകളിലെ മരക്കൊമ്പിലേക്ക് കെട്ടിയ നിലയിൽ അവിടെയുണ്ടായിരുന്നു മാർത്താണ്ഡ ഷൺമുഖൻ. ആദി അയാളുടെ ശരീരത്തിലേക്ക് ടോർച്ച് തെളിച്ചു. ഇറച്ചിക്കടയിൽ ഒരു പോത്തിൻ്റെ കാൽ തൂങ്ങിക്കിടക്കുന്നത് പോലെയുള്ള രംഗം. അയാളുടെ ഷർട്ടും പാൻസും അഴിച്ചു മാറ്റിയിരുന്നു. അടിവസ്ത്രം മാത്രമാണ് വേഷം. വായു തുറപ്പിച്ച് പല്ലുകൾക്കിടയിലൂടെ ഒരു കനത്ത കാട്ടുവള്ളി തലയെ ചുറ്റിക്കെട്ടിയിരിക്കുകയാണ്. ഷൺമുഖൻ ഒരു ഞരക്കത്തോടെ കണ്ണുകൾ വലിച്ചു തുറന്നു. കനത്ത തണുപ്പിലും കോടമഞ്ഞിലും തൻ്റെ ശരീരപേശികൾ മരവിച്ച് മരം പോലെയായിരിക്കുകയാണെന്ന് അയാൾ അറിഞ്ഞു. അയാളുടെ കാൽപാദം മുതൽ തുടയോളം 100 കണക്കിന് അട്ടകൾ കടിച്ച് രക്തം കുടിച്ച് വീർത്തിരിക്കുകയാണ്. 2 ചെറിയ മരത്തടികൾ അട്ടകൾ പറ്റിയിരിക്കുന്നത് പോലെയേ തോന്നുമായിരുന്നുള്ളൂ. ആദ്യ ടോർച്ച് ഒന്നണച്ച് കത്തിച്ചു. എങ്ങനെയുണ്ട് ഷൺമുഖ, സുഖവാസം? AC ഇത്തിരി കൂടിപ്പോയി അല്ലേ? സാരമില്ല, ഇപ്പം ശരിയാക്കി തരാം. ആദിയും ലിജോയും ചേർന്ന് അയാളുടെ കാൽച്ചുവട്ടിലേക്ക് കുറേ കരിയിലകൾ നീക്കിയിട്ടു. അട്ട കടിക്കാതിരിക്കാൻ സാജനെ ഒരു ചെറിയ പാറപ്പുറത്തിരുത്തി. ലിജോ പാൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ലൈറ്റർ എടുത്ത് കരിയില കത്തിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിൽ മഞ്ഞുറഞ്ഞത് കാരണം കത്തിയില്ല. ഒരു നിമിഷം അത് നോക്കി നിന്നിട്ട് ആദ്യ തൻ്റെ കീശയിൽ കിടന്ന സിഗരറ്റ് കവർ എടുത്തു. സിഗരറ്റുകൾ മാറ്റിയ ശേഷം അത് ലിജോയെ ഏൽപ്പിച്ചു. ലിജോ കവറിൽ തീ പിടിപ്പിച്ചിട്ട് കരിയിലകൾക്കിടയിലേക്ക് വെച്ചു. ആദ്യം ഒന്ന് പുകഞ്ഞെങ്കിലും ക്രമേണ കരിയിലകൾക്ക് തീ പിടിച്ചു തുടങ്ങി. പുക കണ്ണിലും മൂക്കിലും അടിച്ചു കയറിയപ്പോൾ ഷൺമുഖൻ തലക്കുടഞ്ഞു പുളഞ്ഞു. ആദി അയാളുടെ വായിൽ ചുറ്റിക്കെട്ടിയിരുന്ന കാട്ടുവള്ളി വലിച്ചയച്ചു. ആദി, എന്നെ വേണേൽ ഒറ്റക്കുത്തിനങ്ങ് കൊന്നോടാ. എന്നാലും ഇങ്ങനെ പരീക്ഷണനായി കഴിഞ്ഞിരുന്ന അയാളുടെ വായിൽ നിന്ന് ആദ്യം വന്ന ശബ്ദം അതാണ്. അങ്ങനെ ഒറ്റക്കുത്തിന് ചത്ത് സുഖമായി പരലോകത്തേക്കുള്ള ഫ്ലൈറ്റ് പിടിക്കാമെന്ന് വിചാരിക്കല്ലേടാ പുന്നാര മോനെ. ഘട്ടം ഘട്ടമായേ നിനക്കുള്ള ശിക്ഷ പൂർത്തിയാകൂ. ആദി ഒരു സിഗരറ്റ് കത്തിക്കാനുള്ള സമയമെടുത്തിട്ട് തുടർന്നു. 2 ദിവസം മഞ്ഞും തണുപ്പുമറ്റ് ഇങ്ങനെ തൂങ്ങി നിൽക്കാനും അട്ടകൾക്ക് ബ്ലഡ് കൊടുത്ത് സഹായിക്കാനും ഉള്ളതായിരുന്നു നിന്റെ ആദ്യഘട്ട വിധി. ഇപ്പോഴത്തെ തണുപ്പ് മാറ്റുകയായിരുന്നു 2ാം ഘട്ടം. അപ്പോഴേക്കും കരിയിലകൾക്ക് ശരിക്ക് തീപിടിച്ചു. ഷൺമുഖന് ചുറ്റും തീനാവുകൾ ഉയർന്നു. അയാൾ തീയിൽ നിന്ന് തുള്ളി. കൈകൾ കെട്ടിയിരുന്ന മരക്കൊമ്പ് വിറച്ചു.
തീ പിടിച്ച അട്ടകൾ കാലുകളിലെ പിടിവിട്ട് താഴേക്ക് വീണ് പൊട്ടിച്ചിതറിക്കൊണ്ടിരുന്നു. അപ്പോൾ കട്ടിത്തുള്ളികളായി രക്തം ചിതറി. ആദിയെ, എൻ്റെ കാല് പൊള്ളുന്നു, ഷൺമുഖൻ വിലപിച്ചു. ഇതിനേക്കാൾ ഉച്ചത്തിൽ തലക്കീഴായി കിടന്ന് ആ ഇരിക്കുന്ന സാജൻ നിന്റെ മുന്നിൽ വിലപിച്ചില്ലേടാ. ആദി കൈ ചൂണ്ടി. അപ്പോഴാണ് ഷൺമുഖന് അവനെ പിടികിട്ടിയത്. ആദിയുടെ പല്ലുകൾ ചേർന്നമർന്നു. അപ്പോൾ നീ സാജനോട് എന്തെങ്കിലും ദയ കാണിച്ചോ? ഇല്ലല്ലോ. അതുകൊണ്ട് നീയും ദയ അർഹിക്കുന്നില്ല. എന്നെ എൻ്റെ വീട്ടിൽ നിന്ന് നീ വിളിച്ചു വരുത്തിയതുകൊണ്ടാണ് എൻ്റെ മുത്തശ്ശി മരിക്കാനിടയായത്. അവരെ കൊല്ലാൻ നിഴലായെങ്കിലും സഹായം ചെയ്തിട്ടുള്ള ഒരാളും ഈ ഭൂമിയിൽ വേണ്ടെന്നാണ് എൻ്റെ തീരുമാനം. തീ അണഞ്ഞു തുടങ്ങി. ഷൺമുഖൻ്റെ കാലിലെ രോമങ്ങൾ കരിഞ്ഞതിൻ്റെ ഗന്ധം അവിടെ പരന്നു. കാലുകൾ പാതി വെന്ത അവസ്ഥയിലായി. സാജ, ലിജോ വിളിച്ചു. ആശുപത്രിയിൽ നിന്ന് നിന്നെ ഇത്രയും ബുദ്ധിമുട്ടി ഇവിടെ കൊണ്ടുവന്നത് ഈ നായിൻ്റെ മോൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനാണോടാ? അല്ല. അടുത്ത നിമിഷം സാജൻ എഴുന്നേറ്റു. അവൻ്റെ കയ്യിൽ അവിടെ നിന്ന് എടുത്ത ഒരു പാറച്ചീൾ ഉണ്ടായിരുന്നു. അതുമായി മുന്നോട്ട് വന്ന അവൻ ആദിയുടെ കയ്യിൽ നിന്ന് ടോർച്ച് വാങ്ങി ഷൺമുഖൻ്റെ ശരീരത്തിൽ അടിമുടി ഒന്ന് തെളിച്ചു നോക്കി. പിന്നെ കല്ലുയർത്തി ഒറ്റയിടി ഷൺമുഖൻ്റെ താടിയെല്ലിൽ. ആഹ്! അയാളുടെ അലർച്ച പകുതിക്ക് വെച്ച് നിന്നു. കാരണം താടിയെല്ല് നടുവേ ഒടിഞ്ഞ് മുഖം കോടിപ്പോയി. അടുത്തതായി കൈയും തോളും തമ്മിൽ ചേരുന്ന ഭാഗത്ത് കാട്ടുമൃഗത്തെ പോലെ മരക്കൊമ്പിൽ തൂങ്ങിക്കിടന്ന് ഷൺമുഖൻ പിടഞ്ഞു. സാജൻ അയാളുടെ പിന്നിലേക്ക് മാറി. തുടർന്ന് പിൻകഴുത്തിൽ ഒറ്റയിടി. മൺകുടം ഉടയും പോലെ ഒരൊച്ച കേട്ടു. ഷൺമുഖൻ്റെ വായി തുറന്നു പോയി. പിന്നെ അടയ്ക്കാൻ പറ്റിയില്ല. അതൊരു വല്ലാത്ത കാഴ്ചയായിരുന്നു. പ്രാണവായു ശരീരത്തിൽ നിന്ന് വേർപെട്ട് പോകുന്നത് പോലെ ഒരവസ്ഥ. ഷൺമുഖം, നിന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചവരും ക്ഷണിപ്പിച്ചവരും ഇപ്പോൾ പുറം ലോകത്തില്ല. ചിലർ ചത്തു, ചിലർ മുങ്ങി. അവസാനത്തെയാൾ നീയാണ്. നിന്നെ ഇവർ ബാക്കി വെച്ചത് തന്നെ എൻ്റെ കണക്കുകൾ തീർക്കാൻ വേണ്ടി മാത്രമാണ്. ആവേശത്താൽ സാജൻ ശ്വാസം വലിച്ചു വിട്ടു. പിന്നെ ക്രൂരമായ സംതൃപ്തിയോടെ കല്ലുയർത്തി അയാളുടെ നെഞ്ചിൽ ആഞ്ഞടിച്ചു. ഓരോ ഇടിക്കും ഷൺമുഖൻ്റെ നെഞ്ച് കുഴച്ചക്ക പോലെ ചതഞ്ഞുകൊണ്ടിരുന്നു. വായിൽ നിന്ന് അയാൾ കൊഴുത്ത ചോര തിമിട്ടിക്കൊണ്ടിരുന്നു. ക്രോധമടങ്ങാതെ സാജൻ അയാളുടെ തുടകളിലും കല്ലുകൊണ്ടടിച്ചു. ഷൺമുഖൻ്റെ രോദനത്തിൻ്റെ ശക്തി ക്ഷയിച്ചു. അയാളുടെ തുടയിലെ മാംസം നിന്ന് വിറച്ചു. ഷൺമുഖ, ആദ്യ വീണ്ടും മുന്നിലെത്തി. ഇപ്പോൾ നീ സാജന് കൊടുത്തതും അവൻ മുതലും പലിശയും ചേർത്ത് തിരിച്ചു തന്നതും കൂട്ടിക്കിഴിച്ചു നോക്കുമ്പോൾ ആ പ്രശ്നം തീർന്നു. നിന്നോടിനി എന്തെങ്കിലും ചോദിക്കാനോ നിന്നിൽ നിന്ന് എന്തെങ്കിലും അറിയാനോ നിന്നെ ഉപദേശിക്കാനോ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഇനി നിനക്ക് മോചനമാണ്. അർദ്ധബോധാവസ്ഥയിൽ എന്നവണ്ണം ഷൺമുഖൻ കണ്ണുകൾ വലിച്ചു തുറക്കാൻ ശ്രമിച്ചു. നേരം പുലർന്നു വരികയാണ്. ലിജോ അയാളുടെ കെട്ടുകൾ അറുത്തുവിട്ടു. ആ നിമിഷം ഷൺമുഖൻ ഒരു മാംസപിണ്ഡമായി കരിയില ചാരത്തിന് മുകളിലേക്ക് വീണു. ലിജോയും ആദിയും ചേർന്ന് അയാളെ വലിച്ചുയർത്തി. അയാളുടെ കൈകൾ അവരുടെ തോളിലൂടെയിട്ട് മുന്നോട്ട് നടത്തി. 100 മീറ്റർ അപ്പുറം ഒരു ചെറിയ കുന്നും പുൽമേടുമായിരുന്നു. അവിടെ അങ്ങിങ്ങു മാത്രം ചെറിയ വൃക്ഷങ്ങൾ. കട്ടിമഞ്ഞ് കാരണം പക്ഷേ ഷൺമുഖന് ഒന്നും വ്യക്തമായില്ല. അവർ അയാളെ അവിടെ ഒരു മരച്ചൂട്ടിലിരുത്തി. അപ്പോൾ പോട്ടെ വച്ചാനെ, നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ രക്ഷിക്കാനുള്ളവർ അധികം വൈകാതെ എത്തും, പറഞ്ഞുകൊണ്ട് ആദിയും ലിജോയും തിടുക്കപ്പെട്ട് തിരിഞ്ഞു നടന്നു. ഷൺമുഖൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ കഴിഞ്ഞില്ല. വനത്തിൽ വെളിച്ചം കൂടുതൽ പരക്കാൻ തുടങ്ങിയതോടെ മഞ്ഞിൻ്റെ കട്ടി കുറഞ്ഞു തുടങ്ങി. 10 അടി അകലെ എന്തോ ചലനം പോലെ തോന്നിയ ഷൺമുഖൻ സൂക്ഷിച്ചു നോക്കി. ഒന്നല്ല, 4-5 മഞ്ഞു രൂപങ്ങൾ. അവ മുന്നോട്ട് വരികയാണ്. അതോടെ കാഴ്ച വ്യക്തമായി. പോത്തിൻ കൂട്ടവുമായി കാലൻ വരുന്നത് പോലെയാണ് ആദ്യം തോന്നിയത്. പിന്നെ കണ്ടു, പോത്തിൻ്റെ പുറത്ത് ആരുമില്ല. 4 പോത്തുകൾ പുകയിൽ നിന്ന് പുറത്തു കടക്കും പോലെ തൻ്റെ നേരെ കുതിക്കുകയാണ്. ആദ്യം രക്ഷിക്കടാ, അയാൾ അലറിക്കരഞ്ഞു. ആ ശബ്ദം പോത്തുകളെ കൂടുതൽ രോഷാകുലരാക്കി. ഷൺമുഖൻ പ്രാണൻ വാരി പിടിച്ചുകൊണ്ട് മരത്തിൽ ചാരിയുയർന്നു. അടുത്ത സെക്കൻഡിൽ നെഞ്ചിൽ ആദ്യത്തെ പോത്തിൻ്റെ ഇടിയേറ്റു. മരത്തിനും പോത്തിൻ തലയ്ക്കുമിടയിൽ ഷൺമുഖൻ ചതഞ്ഞു. ഹാ! കൊഴുത്ത ചോര വായിൽ തിങ്ങി. അയാൾ പോത്തിൻ കൊമ്പുകൾക്കിടയിലൂടെ അതിൻ്റെ പുറത്തേക്ക് തന്നെ മറിഞ്ഞു. ആ നിലയിൽ പോത്ത് മുന്നോട്ട് പാഞ്ഞു. ഷൺമുഖൻ കൊമ്പുകൾക്കിടയിൽ നിന്ന് ഊർന്നു വീണു. അപ്പോൾ അതിൻ്റെ കാൽ അയാളുടെ നെഞ്ചിൽ പതിഞ്ഞു. ചെളിക്കുണ്ടിൽ ചവിട്ടിയതുപോലെ ആ കാൽ അവിടെ പുതഞ്ഞു. കാൽ പിൻവലിച്ച് പോത്ത് മുന്നോട്ടോടി. പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞു. ഷൺമുഖന് പിടയാൻ പോലും നേരം കിട്ടിയില്ല. രണ്ടാമത്തെ പോത്ത് കുനിഞ്ഞ് അയാളെ കൊമ്പിൽ കോർത്തുയർത്തി ഒന്ന് കുടഞ്ഞു. അറുത്തു കീറിയതുപോലെ അയാളുടെ വയർ പിളർന്നു. നീരാളി കൈകൾ പോലെ കുടൽമാല പോത്തിൻ്റെ കൊമ്പുകളിൽ ചുറ്റി. വണ്ടിപ്പെരിയാർ ഗസ്റ്റ് ഹൗസ്. രവിക്ക് ഉറങ്ങാൻ അവസരം പോലും കൊടുക്കാതെ നേരം പുലരുവോളം ക്വസ്റ്റ്യൻ ചെയ്യുകയായിരുന്നു ഉസ്മാൻ അൻസാരിയും സംഘവും. എങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും കാര്യമായ വിവരങ്ങളൊന്നും അവർക്ക് കിട്ടിയില്ല. അവസാനം രവിക്ക് സങ്കടവും ദേഷ്യവും ഒന്നിച്ചുണ്ടായി. അവൻ ഉസ്മാൻ അൻസാരിയെ തുറച്ചു നോക്കി. ഈ പറഞ്ഞതിനപ്പുറം ഒന്നും എനിക്കിനി പറയാനില്ല സാർ. നിങ്ങൾ എന്നെ കല്ലിൽ വെച്ച് അരച്ചാൽ പോലും. ഉസ്മാൻ മറുപടി നൽകാതെ ഇത്തിരി നേരം രവിയെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പിന്നിൽ നിന്നിരുന്ന അബു സലീം കടപ്പല്ലി ഞെരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. മോനെ രവി, ഞങ്ങൾ ചോദ്യം ചെയ്യലിൻ്റെ രീതിയൊന്നും മാറ്റിയാൽ പിന്നെ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അയാൾ അവൻ്റെ തലമുടിയിലൂടെ ഒന്ന് വിരലോടിച്ചു. മാന്യമായ രീതിയിലാണ് നിന്നോട് ഇത്രയും നേരം ഞങ്ങൾ സംസാരിച്ചത്. അത് ഞങ്ങളുടെ ബലഹീനതയായി കരുതല്ലേ?
എങ്കിൽ സാറ് അങ്ങനെയൊന്ന് ശ്രമിച്ചു നോക്ക്. രവിയും വിട്ടില്ല.